ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് ചിക്കൻ വെച്ചുള്ള സ്നാക്സിൻ്റെ വീഡിയോ ആട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ഓയിൽ, പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ മേലെ ഒരു ഇത്തിരി ഓയിലും കൂടി തടവിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വെക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ഞാൻ ചേർത്തത്. അത് കഴിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് മല്ലിയിലയും കൂടി തൂകി ഇറക്കി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരി പരത്തിയെടുക്കാം കേട്ടോ. ആദ്യം ഒരു ടീസ്പൂൺ ഓയിലും നെയ്യും മൈദപ്പൊടിയും കൂടി കൂട്ടി യോജിപ്പിച്ചൊരു മിശ്രിതം ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ കുഴച്ച് വെച്ച പൂരിൻ്റെ ബാറ്റർ എടുത്തിട്ട് ഞാൻ 4 കഷ്ണം ആക്കിയത്, 4 പൂരിയായിട്ട് ഉണ്ടാക്കിയത്. ഓരോ പൂരിയും പരത്തിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ മറ്റേ പൂരി വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ നെയ്യും മൈദപ്പൊടിയും കൂടി മിശ്രിതം തേച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി തൂക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 പത്തിരിയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് വലുതാക്കി പരത്തിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്തോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ പത്തിരിയൊക്കെ പരത്തി ഇനി 4 ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും അത് വലിയൊരു പത്തിരിയാക്കി പരത്തിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്യും മൈദപ്പൊടി കൂടി മിശ്രിതം തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് അരികൊക്കെ വെട്ടി കളഞ്ഞിട്ട് 4 സ്ക്വയറാക്കി വെട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഉണ്ടാക്കണം എന്തായാലും വീട്ടിൽ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആ നെയ്യും മൈദപ്പൊടി മിശ്രിതം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്ത് കോരാം. പിന്നെ അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ അതാ കഴിക്കാട്ടോ. നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.